നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള ഒരു ചൈനീസ് വിഭവമാണ് ഗോബി മഞ്ചൂരിയൻ. ഈ ഗോബി മഞ്ചൂരിയൻ ഏറ്റവും ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ ഒരുപാട് വലുതല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഈ ഒരു സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പീസാക്കിയിട്ടില്ല കേട്ടോ, കുറച്ചൊരു വലുപ്പമുണ്ട് പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഞാൻ ഒരു 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിനെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ വെച്ചിട്ട് അതിനെ ഡ്രൈൻ ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാല നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ആദ്യം 4 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുന്നുണ്ട്. ഇത് 4 ടേബിൾ സ്പൂൺ എടുക്കണം. അതിനുശേഷം ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കണം അതിലേക്ക്. ഇതിൽ മെയിനായിട്ടുള്ളത് ഈ 4 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, അത് രണ്ടുമാണ് ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ടൈമിൽ കളറ് ചേർക്കണം എന്നുണ്ടവർക്ക് കളറ് ചേർത്ത് കൊടുക്കാം, റെഡ് ഫുഡ് കളറ് ചേർക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ കളറ് മാക്സിമം ഒഴിവാക്കാറുണ്ട്. അതിന് പകരം ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ തന്നെ നമുക്ക് നല്ലൊരു കളറ് കിട്ടും, റെഡ് കളറ് കിട്ടും. എക്സ്ട്രാ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിതിനൊരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക, അങ്ങനെ വേണം ചെയ്യാനും. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആയാലും കോളിഫ്ലവറിൽ ഇത് പിടിക്കില്ല, അതിങ്ങനെ ഒലിച്ചു പോകും. അതുകൊണ്ട് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. എന്നാലേ കോളിഫ്ലവറിൽ ആ ഒരു കോട്ടിങ് വരുള്ളൂ. കാരണം കോളിഫ്ലവർ ചിക്കൻ്റെ ഒന്നും പോലെയല്ലല്ലോ, ഉള്ളിലേക്ക് അങ്ങനെ ഒരുപാട് അബ്സോർബ് ചെയ്യുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ടുള്ള ഈ ഒരു തിക്നെസ്സിലുള്ള ബാറ്റർ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചിടുക, അത് മിക്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി ഇടാൻ മിക്സ് ചെയ്യാം. ആ രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ എല്ലാ പീസസിലും ഒരുപോലെ നല്ലോണം ഇതിൻ്റെ കോട്ടിങ് ആയി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഒരുമിച്ച് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ടവർക്ക് അങ്ങനെയും ചെയ്യട്ടെ, ഒരു പ്രശ്നമില്ല. ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് കോളിഫ്ലവറിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക, 2 സൈഡ് ഒരുപോലെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ ഇതാ ഒരുപാട് ഡാർക്ക് ആവരുത് കേട്ടോ, ഈ ഒരു കളറിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ വെക്കുക, അതിലേക്കുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലേ ഫ്രൈ ചെയ്യാവൂ, വെളിച്ചെണ്ണയിലൊന്നും പോയിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ വെളുത്തുള്ളീനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരില്ലേ വെളുത്തുള്ളീൻ്റെ, അത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള, ഈ സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്താണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിതിപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ കുനുകുന അരിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇത് ഒരു സവാളയാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് സവാളയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഒരു 3 പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വേണം ഇടാൻ. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ അരഭാഗമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ അരഭാഗം ക്യാപ്സിക്കം കൂടി ഈ ഒനിയൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒനിയനൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരും. ഇനി നമുക്കിതിലേക്കുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തീയൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഹോട്ട് ചില്ലി സോസ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂണോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട്
ഇതിനെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ പറയാൻ കാരണം നമ്മൾ ഈ ഓരോ സോസ് വീതം ഒഴിക്കുമ്പോഴത്തേന് ആദ്യം ഒഴിച്ചത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കാൻ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. ഈ സോസിൻ്റെ എല്ലാം കൂടി എല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടും. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണ്ട ഒഴിക്കാൻ, പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഒഴിച്ച് ഈ സോയ സോസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്, അതാണ്. അതുകൊണ്ട് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഉപ്പ്. എന്നിട്ട് അതിനാവശ്യമുണ്ട് ഉപ്പ് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. കാരണം സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വിനാഗിരി, സുർക്ക എന്നൊക്കെ പറയില്ലേ, വിനാഗിരി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു ചെറിയൊരു പുളിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ പുളി അത്ര ഇഷ്ടമില്ലാത്തവർ അതിലും കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇടാം. കോളിഫ്ലവർ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടവർക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ, ഗ്രേവിയുടെ അളവ് കൂടുതൽ കിട്ടാനും. ഇനി നമുക്ക് ഇതിനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തതാണിത്. ഗോബി മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഒനിയൻ കുറച്ച് കട്ട് ചെയ്തത് ഇതിന് മുകളിൽ നിന്നിട്ട് എടുക്കാം. അത് പ്രത്യേകിച്ച് ടേസ്റ്റിനൊന്നുമല്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്പ്രിംഗ് ഒനിയൻ ഇടുന്നത്. അതൊരു മസ്റ്റായിട്ടുള്ള സംഭവമൊന്നുമല്ല. അതില്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതിട്ടാൽ കാണാനൊന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈഡ് റൈസിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ നമുക്കിത് കഴിക്കാം. നമ്മുടെ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.